ആ, ഏറ്റവും തിരക്കുള്ള നഗരം അങ്ങനെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം തിരുവനന്തപുരത്തെ ഏറ്റവും ജനത്തിരക്കുള്ള പ്രദേശങ്ങൾ. അവിടെ പോലും ജനങ്ങൾക്ക് നടക്കാൻ ഒരുപക്ഷെ ഉൾപ്രദേശങ്ങളിൽ ഒക്കെ ഒരു പരിധിവരെയെങ്കിലുമൊക്കെ തിരക്ക് കുറവായിരിക്കാം, വാഹനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാം, അങ്ങനെയൊക്കെ നമുക്ക് ആശ്വസിക്കാം. എങ്ങനെയെങ്കിലുമൊക്കെ റോഡരികിലൂടെ നടന്നു പോകാമെന്നാണ് എങ്കിൽ ഇതിപ്പോൾ നിരവധിയായ വാഹനങ്ങൾ വരുന്ന ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്, ഇപ്പോൾ ഈ പറയുന്ന തമ്പാനൂരിൽ നിന്ന് തന്നെ ഓവർ ബ്രിഡ്ജിലേക്ക് വരണമെങ്കിൽ നടന്നു വന്നാൽ മതി. അതിനപ്പുറത്ത് ഒരല്പം മാറിയാൽ കിഴക്കേക്കോട്ടയുണ്ട്, അവിടേക്കൊക്കെ പോകണമെങ്കിലും ഒക്കെ നടന്നും പോകാം. പക്ഷേ അത് സാധിക്കാത്തൊരു സാഹചര്യമാണ് തമ്പാനൂരിൽ ഉള്ളത്. മറ്റിടങ്ങളിലേക്കും അടക്കം എത്തുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പൊതുചിത്രം എന്താണ് നിതിൻ? തീർച്ചയായും അഭിലാഷ്, നടക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ്. അടിസ്ഥാന അവകാശമായി കോടതി തന്നെ വിധിച്ചിട്ടും കാൽനട യാത്രക്കാരുടെ അടിസ്ഥാന അവകാശമായി അവർ നടന്നു പോകേണ്ടത്, ഇപ്പൊ റോഡിലൂടെ കാറുകൾ പോകേണ്ടത് അവരുടെ അടിസ്ഥാന അവകാശം പോലെ തന്നെ കാൽനട യാത്രക്കാർ നടന്നു പോകേണ്ടത് അവരുടെ അവകാശമാണ്, അവരുടെ അടിസ്ഥാന അവകാശമാണെന്ന് കോടതി പറയുമ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗത്താണ്. ഇവിടെ കാഴ്ച വേറൊന്നുമല്ല, വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫുട്പാത്ത് ഉണ്ട്. ആ ഫുട്പാത്ത് സ്റ്റേഷന്റെ മുൻഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഇവിടെ വന്നത് മറയുകയാണ്. സ്റ്റേഷനിലെ പല കുറ്റകൃത്യങ്ങളായിട്ടും പല ആവശ്യങ്ങളായിട്ടും ഇവിടെ പിടിച്ചെടുക്കപ്പെട്ട വാഹനങ്ങളെല്ലാം ഇവിടത്തെ ഫുട്പാത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം ഇവിടെ വലിയൊരു തിരക്ക് ഈ റോഡിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. നമുക്ക് സാധാരണയായി അറിയാം, സെക്രട്ടേറിയറ്റിന്റെ പിൻഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിരക്കേറിയ ഭാഗമാണ്, ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന വളരെ തിരക്കേറിയ ഒരു ഭാഗം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ കാണാൻ കഴിയുന്ന ഈ ഫുട്പാത്ത് മറയ്ക്കപ്പെടുകയാണ്. ഇവിടെ ഈ പിടിച്ചെടുക്കപ്പെട്ട വാഹനങ്ങളെല്ലാം വെച്ച് മറയ്ക്കപ്പെടുകയാണ്. ഇതുവഴി നടന്നു വരുന്ന ഒരു വ്യക്തിക്ക്, ഇതുവഴി നടന്നു വരുന്ന ഒരു കാൽനട യാത്രക്കാരന് ഈ ഒരു ബുദ്ധിമുട്ട് കാരണം, ഈ വാഹനങ്ങൾ കാരണം നേരെ തിരിച്ച് റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. അതായത് നിതിൻ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ കാൽനടക്കാർക്ക് വേണ്ടിയുള്ള ഫുട്പാത്തിലേക്ക് വാഹനങ്ങൾ കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്നു, ടൂ വീലറുകൾ അടക്കം കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ്. അങ്ങനെയും പല സ്ഥലത്തും ഈ ഇരുചക്ര വാഹനങ്ങൾ റോഡ് കയ്യേറുന്ന സാഹചര്യം കൂടിയുണ്ട്. അതെ അഭിലാഷ്, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരുചക്ര വാഹനങ്ങളും ഈ ഫുട്പാത്തിലൂടെ കയറ്റി അവർ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഒരു അവകാശവുമില്ല, ഇത് അവരുടെ അവകാശമാണ്, നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാർ പെരുമാറുന്നത്. അത് മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾ പോട്ടെ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഭരണസിരാ കേന്ദ്രത്തിന്റെയും ഈ പറയുന്ന ഭരണാധികാരികൾ ഇരിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാഴ്ച എന്ന് പറയുന്നതും വളരെ ദാരുണമാണ് അഭിലാഷ്. യെസ്, ഒപ്പം നിതിൻ സൂചിപ്പിക്കുന്ന പോലെ ഭരണസിരാ കേന്ദ്രമാണ് ഇത്. കോടതി ഉത്തരവ് വന്നിട്ടും ആരുടെയും ഭാഗത്ത് നിന്നൊരു പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നിതിൻ. അതെ, ഇത് വേറൊരു കാര്യം, കോടതി വിധി വന്നിട്ട് തന്നെ ഒരു മാറ്റവും കാണാത്തൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാര്യം, പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ തന്നെയാണ് ഈ കാണുന്ന കാഴ്ച. ഒട്ടനവധി വാഹനങ്ങൾ, വളരെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും അല്ലാതെ തന്നെ പോലീസ് പല ആവശ്യങ്ങൾക്കായി പിടിച്ചെടുത്ത വാഹനങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ഫുട്പാത്ത് മറഞ്ഞുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ തന്നെ കിടക്കുന്നത്. ഇത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. കാര്യം, ഈ സെക്രട്ടേറിയറ്റിന് അടുത്ത് തന്നെയുള്ള ഈ കാഴ്ച വളരെ ദയനീയമാണ്. ഇത്രയും കോടതി വിധി വന്നിട്ട് പോലും അതായത് ഇതിനിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഓട്ടോറിക്ഷയൊക്കെ കൃത്യമായി ആ ഫുട്പാത്ത് തന്നെ മറച്ചുകൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഒരു വേസ്റ്റ് പോലെ കൊണ്ട് ഇട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, അഭിലാഷ്, ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തന്നെയാണ് ഈ വാഹനങ്ങളെല്ലാം. ഇത്രയും നാളുകളായിട്ടും ഈ തിരക്കേറിയ റോഡിൽ ഇതിലൊന്നും ഒരു മാറ്റം വരാത്തത് വളരെ ദയനീയമായ അവസ്ഥ തന്നെയാണ്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ വാഹനങ്ങൾ ഒട്ടനവധി വാഹനങ്ങളാണ്, ഒട്ടനവധി ഓട്ടോറിക്ഷകളാണ് ഈ പോലീസ് സ്റ്റേഷന് മുൻപിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത് അഭിലാഷ്. അതായത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു നഗര കേന്ദ്രീകൃതമാകുന്ന ഇടത്ത് നിരവധിയായ ആളുകൾ സഞ്ചരിക്കുന്ന, നിരവധിയായ മോട്ടോർ വാഹനങ്ങളടക്കം കടന്നു പോകുന്ന ഭാഗത്ത് അവിടെ കാൽനട യാത്രക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഫുട്പാത്ത്, നടപ്പാത, ആ നടപ്പാതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒരു സാധാരണക്കാരനായ ആൾ
നടന്നു വരുമ്പോൾ അവിടെ എത്തിയാൽ പിന്നെ എവിടേക്ക് പോകണം എന്നുള്ളതാണ്. പിന്നീട് നടുറോഡിലൂടെ ഇറങ്ങി നടക്കുക എന്നതാണ്. അതാണ് പ്രിയ പ്രേക്ഷകരെ, ഒരുപക്ഷെ ഇങ്ങനെ നടുറോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോഴാണ് അയാൾക്ക് അപകടമുണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുക. നിങ്ങൾ എന്തുകൊണ്ട് നടപ്പാത ഉപയോഗിച്ചില്ല? നിങ്ങൾ റോഡിലൂടെയാണ് നടന്നത്. റോഡിലൂടെ മോട്ടോർ വാഹനങ്ങൾക്ക് സഞ്ചരിക്കേണ്ട ഇടമാണ്, അതിലൂടെ നടന്നതുകൊണ്ടാണ് നിങ്ങളെ വാഹനം ഇടിച്ചത് എന്നതായിരിക്കും സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന ആക്ഷേപം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതാ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തൊട്ടപ്പുറേ നീതി ഉറപ്പാക്കേണ്ട പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് നമുക്ക് കാണാം. ഈ പോലീസ് സ്റ്റേഷനുകൾ ആണ് പലപ്പോഴും ഈ കേസുകളിൽ പിടിക്കപ്പെടുന്ന വാഹനങ്ങളൊക്കെ. എന്തായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഇത്തരം വാഹനങ്ങളൊക്കെ നീക്കം ചെയ്യുവാനുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് വളരെ നേരത്തെ തന്നെ ഉണ്ടാകേണ്ട ഒന്നാണ്. ഒരുപക്ഷെ ഇഴജന്തുക്കൾ പോലും അതിൽ പതിയിരുന്നാൽ, അതിലൂടെ പോകുന്ന ആരെയെങ്കിലും ഇഴജന്തുക്കൾ പാമ്പ് കടിച്ചാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ആർക്കെങ്കിലും ഒരു അപകടമുണ്ടായാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? എല്ലാവരും കൈമലർത്തുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഉത്തരവ്. അതിൽ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. മദ്യക്കുപ്പികളൊക്കെ അവിടെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്ക് മറ്റു വാഹനങ്ങളിലോ ഒക്കെ ഇരുന്ന് മദ്യപിച്ച ശേഷം ഈ മദ്യക്കുപ്പിയൊക്കെ വലിച്ചെറിയാനും വേസ്റ്റ് കൊണ്ടിടാനും പറ്റുന്ന ഒരു ഇടം കൂടിയായി ഇങ്ങനെയുള്ള ഫുട്പാത്തുകൾ മാറുന്നു എന്നതാണ്. ഇത് എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരിടമല്ല. നമ്മൾ വലിയ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ ടൂറിസം മേഖലയിലടക്കം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുന്ന ഇടമാണ്. നേരത്തെ നവമി വാർത്ത റിപ്പോർട്ട് ചെയ്ത ഫോർട്ട് കൊച്ചി എന്നത് ഫോർട്ട് കൊച്ചിയല്ല, അവിടെ മറൈൻ ഡ്രൈവിന് സമീപം എന്നതൊക്കെ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നുകൂടിയാണ്. ഏറ്റവും മനോഹരമായ ഇടം കൂടിയാണ്. ഇതും നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇടം ആണ്. അവിടെയാണ് ഇങ്ങനെ മാലിന്യം കൂമ്പാരമായി കിടക്കുന്നു. പഴയ വാഹനങ്ങൾ, പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ, അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക്, അതായത് സാധാരണക്കാരായ ആളുകൾ എന്ന് പറയുമ്പോൾ നടപ്പാത എന്നത് റോഡിൻ്റെ ഭാഗമേ അല്ല. കാൽനട യാത്രക്കാരൊന്നും റോഡ് ഉപയോഗിക്കരുത്, മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചുകൊള്ളൂ എന്ന് ഭരണകൂടം പറയുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇതാണ് കാൽനടക്കാരുടെ ദുരവസ്ഥ എങ്കിൽ, നമ്മുടെ നാട്ടിൽ ചോദിക്കാനും പറയാനും ഒന്നുമില്ല എങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നവരും ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വരും. ഇപ്പോഴിതാ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാൻ എന്ന പേരിൽ ശ്രീകാര്യത്ത്, അതും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്, റോഡ് പൊളിച്ചിട്ട് 6 മാസമായിരിക്കുകയാണ്. കുഴികളും ചാലും നിറഞ്ഞ റോഡിൽ അപകട പരമ്പരയുണ്ടായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല. പണി എന്ന് തീരും എന്ന് ആർക്കും അറിയുകയില്ല. ശ്രീകാര്യത്ത് നിന്ന് കഴക്കൂട്ടത്തേക്കുള്ള പ്രധാന പാതയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. നേരത്തെ തന്നെ വലിയ ഗതാഗത കുരുക്കുള്ള പ്രദേശം. ശ്രീകാര്യം മേൽപ്പാലത്തിനുള്ള നിർമ്മാണങ്ങൾ ഒരു വശത്ത്, ജല അതോറിറ്റി പൈപ്പിടാൻ കൂടി ആരംഭിച്ചതോടെ 6 മാസമായി ദുരിതമയം. ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ വർക്കാണ് നടക്കുന്നത്. കഴിഞ്ഞ 6-7 മാസം കൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ദുരിതത്തിലാണ്. ഏകദേശം ഒരു 100-ൽ പരം ആൾക്കാരാണ് ഇവിടെ അപകടം ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോൺക്രീറ്റിൽ നിന്ന് കല്ല്, ഒരു 1.5 ഇഞ്ചിന്റെ മെറ്റൽ കല്ലുകളാണ് കുട്ടികളുടെ തലയിൽ വരെ വണ്ടികളുടെ ടയർ അടിച്ചിട്ട് അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത ജംഗ്ഷനിലാണ് ഗവൺമെൻറ് ശ്രീകാര്യം ഹൈസ്കൂള് പ്രവർത്തിക്കുന്നത്. തൊട്ടടുത്ത ജംഗ്ഷനിലാണ്. അവിടുത്തെ സ്കൂളിൻ്റെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് ഡസ്റ്റാണ് ഈ പൊടി. ജനുവരിയിൽ ആരംഭിച്ച പണി ഒരാഴ്ചയ്ക്കപ്പുറം നിർത്തിവെച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ പെയ്താൽ ദുരിതം ഇരട്ടിക്കും, അപകടങ്ങളും തുടർക്കഥ. ഇലക്ഷന്റെ അന്നായിരുന്നു, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് കൂടി ഈ നടുക്കിടുന്ന മെറ്റലില്ലേ, ഇവർ ഈ കുഴി ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി, അടയ്ക്കാൻ വേണ്ടി മെറ്റൽ കൊണ്ടിടും. വലിയ വണ്ടി പോകുമ്പോൾ ഈ മെറ്റലെല്ലാം റോഡിൽ വരും. ഞാൻ അതിൽ സ്കിഡ് ചെയ്ത് വീണ് എൻ്റെ കണ്ണിനാണ് പരിക്ക് പറ്റിയത്. കണ്ണ് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു എനിക്ക്. നിരന്തരമായി യൂസ് ചെയ്യുന്ന വഴി ഇതാണ്. അതെ. ഞാനിപ്പോൾ പേടിച്ചിട്ട് ഇതുവഴി പോവാറില്ല. ഞാൻ വളഞ്ഞു പോകും, കാരണം എനിക്ക് പേടിയാണ്. ഇതുവഴി വലിയ വണ്ടി വന്നാൽ ഞങ്ങൾക്ക് സ്കൂട്ടറുകാർക്ക്, ഞാൻ സ്കൂട്ടറിലാണ് പോകണം, 2 വീലറിലാണ് പോകണം, സൈഡ് കൊടുക്കാൻ പോലും പറ്റത്തില്ല. റോഡിൽ നിന്നും വരുന്ന പൊടി കൊണ്ടുള്ള ശല്യം ഒരു വശത്ത്, വലിയ വാഹനങ്ങൾ പോകുമ്പോൾ തെറിക്കുന്ന കല്ലുകളും അപകടമുണ്ടാക്കുന്നു. ദുരിതം എന്ന് തീരുമെന്ന് ചോദിക്കുകയാണ് കച്ചവടക്കാരും. നിറയെ പൊടിയാണ്. ആൾക്കാർ ഇവിടെ സ്ഥിരം വീഴ്ചയാണ്. ഡെയിലി നമ്മൾ 2-3 ആൾക്കാരുടെ പൊക്കിയ ദിവസങ്ങളുണ്ട്. എൻ്റെ കണക്കൂട്ടിൽ 6 months ഗ്യാപ്പിൽ ഞാൻ ചുരുങ്ങിയത് 30-25 പേരിനെ ഇവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട്.
സ്റ്റേഷനിൽ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പ്രോബ്ലംസുള്ള സ്ഥലമാണ്. അക്ഷരാർത്ഥത്തിൽ ദുരിതയാത്രയാണ് ഇതുവഴിയുള്ളത്. എത്രനാൾ ഈ അപകടകരമായ യാത്ര തുടരേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ അരുണിനോടൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രവുമല്ല, നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, മറ്റ് സംഘടനകൾ, അവർക്കൊക്കെ മറ്റു പല വിഷയങ്ങളിലും ആണ് കൂടുതൽ താല്പര്യം. അതായത് ആ സംഘടനകൾക്ക് നേട്ടമുണ്ടാകുന്ന വിഷയങ്ങളിൽ തന്നെ, അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി കുറ്റപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങൾ. ഇത് എല്ലാവരെയും ബാധിക്കുന്ന സാധാരണക്കാരുടെ വിഷയമായതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ് അത് പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്.